തേജുപുട്ട്. അപ്പൊ ഇതാ ക്ലാസ് 6 മക്കള് എല്ലാവരും ഇങ്ങനെ റെഡി ആയിട്ടില്ലേ? ക്രിസ്മസ് എക്സാം ആവാറായിട്ടുണ്ട്. മിസ്സേ എന്തൊക്കെയാ പഠിക്കണ്ടേ, എങ്ങനെയാ എഴുതണ്ടേ, നമ്മൾ എങ്ങനെയാണ് എക്സാമിന് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആൻസർ ചെയ്യുക, അങ്ങനെ ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരിക്കും അല്ലേ മിസ്സിന്റെ മക്കൾക്ക് എല്ലാവർക്കും. ഓക്കെ, ഇപ്പൊ ക്ലാസ് 5 മുതൽ നമ്മൾ ക്ലാസ് 12 വരെ 12ാം ക്ലാസ് വരെ ഹിന്ദി എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് പോസ്റ്റർ. ഓക്കെ, അപ്പോൾ പോസ്റ്റർ എന്ന് പറയുന്നത് നമുക്ക് 2 രീതിയിൽ ഹിന്ദിയിൽ എഴുതാനായിട്ട് സാധിക്കും. ഇന്ന് മിസ് വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ എങ്ങനെയാണ് സന്ദേശവാക്യങ്ങളിലൂടെയുള്ള പോസ്റ്റർ എഴുതുക എന്നാണ് പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, റെഡിയാണോ? അപ്പൊ നമ്മുടെ ക്രിസ്മസ് എക്സാമിന് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. അപ്പൊ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനും കൂടിയാണ് കേട്ടോ. സിമ്പിളാണ്, വളരെ 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 സിമ്പിൾ ആയിട്ട് എഴുതാൻ സാധിക്കും. അപ്പൊ നോക്കൂ, സമാചാർ പഠാ ചിത്രവാചൻ ബി കിയാ അബ് ബതായേ. അപ്പൊ നമ്മളോട് പറയുകയാണത് ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് എന്തൊക്കെയാ കാണാൻ സാധിക്കുന്നത് ഒന്ന് നോക്കിയിട്ട് പറഞ്ഞേ, എന്തൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് നോക്കിക്കോളൂ. ഒരു വലിയ മലയുണ്ട് അല്ലേ? ആ മല ഇങ്ങനെ ഇടിച്ചിടിച്ചിടിച്ചിടിച്ചിടിച്ചിടിച്ച് നശിപ്പിച്ച് വെച്ചിട്ടുണ്ട് അല്ലേ? നോക്കൂ, കഷ്ണാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഇതാ ഒരു നമുക്ക് പശുവാണോ കഴുതയാണോ കുതിരയാണോ എന്ന് പറയാൻ പറ്റാത്ത രീതിയിൽ ഒരു മൃഗത്തെ കാണുന്നുണ്ട്. ഭയങ്കര സ്കെലട്ടൻ, മെലിഞ്ഞല അസ്ഥികൂടം പോലെ തോന്നുന്ന ഒരു മൃഗമുണ്ട്. അപ്പൊ ഇവിടെ ഇതാ ഒരുപാട് മരങ്ങളൊക്കെ കട്ട് ചെയ്തിട്ടിരിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഇതാ നമുക്ക് ഇങ്ങനെ അസ്ഥി നമ്മൾ പറയില്ലേ, ദ്രവിച്ച് അസ്ഥിയായി കിടക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഉപയോഗശൂന്യം അല്ലാത്ത, ആരും താമസിക്കാൻ സാധ്യതയില്ലാത്ത, വാസയോഗ്യമല്ലാത്ത ഒരു വീട് കാണുന്നുണ്ട്. അങ്ങനെ ഭയങ്കര അല്ലേ, എന്താണ് ഇതിൽ വരൾച്ചയെ സൂചിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ചിത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വരൾച്ച അല്ലെ? അപ്പൊ നമ്മുടെ പ്രകൃതിയിൽ ഒരുപാട് പ്രകൃതി പ്രതിഭാസങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ആ പ്രകൃതി പ്രതിഭാസങ്ങളിലേക്ക് കാരണം ആരാണ്? നമ്മളാണോ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മൾ മനുഷ്യന്മാര് പ്രകൃതിയുടെ മേളില് ഒരുപാട്, ഒരു ലിമിറ്റിൽ കൂടുതൽ കടന്നു കയറുന്നത് കൊണ്ടാണ് ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പൊ നോക്കൂ, ഈ ഒരു ചിത്രം നമുക്ക് കാണുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാം. ഇതിലുള്ള ഒരുപാട് സംഭവങ്ങൾ ചെയ്തിട്ടുള്ളത് മനുഷ്യന്മാർ തന്നെയാണ്. ഈ കുന്ന് ഇടിച്ച് തകർത്തിട്ടുള്ളത്, എല്ലാം ചെയ്തത് അല്ലേ, മരങ്ങൾ വെട്ടി മുറിച്ചിട്ടുള്ളത് ഒക്കെ മനുഷ്യന്മാർ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ നമ്മളോട് പറയാണ് സമാചാർ പഠ, നമ്മൾ ഇൻസാനിയത്ത് കി മിസാൽ എന്ന് പറയുന്ന പാഠഭാഗം നമ്മൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ചിത്രവാചൻ ബി കിയ, ഈ ചിത്രം നോക്കിയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ടുമുണ്ട്. അബ് ബതായേ, നമ്മളോട് പറയാണ്, എന്താണ് പറയുന്നത് നോക്കാം. सैलाब जैसी प्राकृतिक दुर्घटनाओं और इस दृश्य के बीच का संबंध क्या है? സൈലാബ് ജാസി, വെള്ളപ്പൊക്കം പോലെയുള്ള പ്രകൃതി പ്രതിഭാസങ്ങളും ഇസ് ദൃശ്യ കെ ബീച്ച് കാ, ഈ ദൃശ്യവും തമ്മിലുള്ള സംബന്ധ ക്യാ ഹെ, ബന്ധം എന്താണ് എന്നാണ് ചോദ്യം. സൈലാബ് ജാസി പ്രാകൃതിക് ദുർഘടനായി, നമ്മുടെ വെള്ളപ്പൊക്കം എന്ന് പറയുന്ന ഒരു പ്രകൃതി പ്രതിഭാസമാണ്. അതുപോലെയുള്ള ഇങ്ങനെയുള്ള സംഭവങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണ് എന്നാണ് ചോദ്യം. അപ്പൊ ആൻസർ നോക്കാം. സൈലാബ് ഓർ സൂഖാപ്പൻ ദോനോ മനുഷ്യ കെ ഹസ്തക്ഷേപ കെ കാരൺ ബൻ ജാത്തെ. എന്താണ് പറയുന്നത്? നമ്മുടെ പ്രകൃതിയിൽ നടക്കുന്ന 90% ഓഫ് പ്രകൃതി പ്രതിഭാസങ്ങളുടെയും കാരണം, അതിൻ്റെ മൂല കാരണം എന്ന് പറയുന്നത് ആരാണ്? നമ്മൾ മനുഷ്യന്മാർ തന്നെയാണ്. നമ്മൾ മനുഷ്യന്മാര് പ്രകൃതിയുടെ മേൽ ഒരുപാട് കടന്നു കയറുന്നത് മൂലമാണ് എന്ത് സംഭവിക്കുന്നത്? ഇങ്ങനെയുള്ള ഭയങ്കര മോശമായിട്ടുള്ള രീതിയിലുള്ള പ്രകൃതി പ്രതിഭാസങ്ങൾ സംഭവിക്കുന്നത്. അപ്പൊ ഈ ഒരു ചിത്രത്തിൽ കാണുന്നത് പോലെയുള്ള സുഖാപ്പനാണെങ്കിലും, അതായത് വരൾച്ചയാണെങ്കിലും പ്രളയമാണെങ്കിലും, ഇതിൻ്റെ ഒക്കെ കാരണം എന്ന് പറയുന്നത് എന്താണ്? മനുഷ്യൻ പ്രകൃതിയുടെ മേലെ ഒരു ലിമിറ്റിൽ കൂടുതൽ കടന്നു കയറുന്നത് മൂലമാണ്. ഓക്കെ, സന്ദേശവാക്യ ജോഡെ പോസ്റ്റർ को और सार्थक बनाए. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഈ ഒരു ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്, അതായത് നമ്മുടെ ഇൻസാനിയത്ത് കി മിസാൽ എന്ന് പറയുന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ടുകൊണ്ട് നോക്കുന്ന സമയത്ത് സന്ദേശവാക്യങ്ങൾ എഴുതുക. അപ്പൊ സൈലാബ് എന്ന് പറയുന്ന വെള്ളപ്പൊക്കം ഉണ്ടാവാനുള്ള ഒരു മെയിൻ റീസൺ മനുഷ്യന്മാരാണ് അല്ലെ? മനുഷ്യന്മാര് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഈ ഒരു ഭൂമിയിൽ എല്ലായിടത്തും, ഇപ്പൊ നമ്മൾ വീടുണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ
വീട് എന്ത് ചെയ്യുന്നുണ്ട്, ആ വീടിൻ്റെ നില മുഴുവൻ നമ്മൾ കോൺക്രീറ്റ് ഇടുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ബിൽഡിംഗ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് മുഴുവൻ നമ്മൾ കോൺക്രീറ്റ് ഇടുന്നുണ്ട്. നമ്മൾ നദികളും പുഴകളും തോടുകളും തടാകങ്ങളും ഒക്കെ മണ്ണിട്ട് നികത്തിയിട്ട് അവിടെ എന്തുണ്ടാക്കുന്നുണ്ട്, ബിൽഡിങ്സ് ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പ്രകൃതിയുടെ മേലെ ചെയ്യുന്നത് അല്ലെ? മരങ്ങൾ വെട്ടി നശിപ്പിക്കുന്നുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള പല 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 കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ പ്രകൃതിയിൽ വെള്ളം, മഴ കിട്ടുന്നുണ്ട്. ആ മഴവെള്ളത്തിന് കിനിഞ്ഞിറങ്ങാനുള്ള, ആഴ്ന്നിറങ്ങാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുന്നില്ല. ഇപ്പൊ കോൺക്രീറ്റ് ഒക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് വെള്ളത്തിന് ആഴ്ന്നിറങ്ങാൻ പറ്റില്ല അല്ലെ? അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്ത് സംഭവിക്കും, വെള്ളം മുകളിൽ തന്നെ നിൽക്കും. അങ്ങനെയൊക്കെയാണ് വെള്ളപ്പൊക്കം ഉണ്ടാവുന്നത്. ഇപ്പൊ നമ്മൾ 2018 നമ്മുടെ കേരളത്തിൽ നടന്ന വെള്ളപ്പൊക്കം നമ്മൾ കണ്ടതാണ് അല്ലെ? ആ 2018 നമ്മുടെ കേരളത്തിൽ നടന്ന വെള്ളപ്പൊക്കത്തിൽ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഒരു റീസൺ മനുഷ്യനാണ്. മനുഷ്യൻ പ്രകൃതിയുടെ മേലെ ഒരു ലിമിറ്റിൽ കൂടുതലായിട്ട് കടന്നു കയറുന്നതും ഒരു റീസൺ തന്നെയാണ്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ നമ്മളോട് സന്ദേശവാക്യങ്ങൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തിനാണ്? പ്രകൃതിയെ സംരക്ഷിക്കുക, ജീവൻ നിലനിർത്തുക അല്ലെ? പ്രകൃതിയെ രക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നമുക്കറിയാവുന്ന സന്ദേശവാക്യങ്ങൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നോക്കാം. പ്രകൃതി ഹമാര വരദാൻ ഹെ. പ്രകൃതി നമ്മുടെ വരദാനമാണ്. പ്രകൃതി എന്താണ്? നമ്മുടെ വരദാനമാണ് പറയുന്നത്. വരദാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഗിഫ്റ്റ് ആണ്. പ്രകൃതി നമ്മുടെ ഗിഫ്റ്റ് ആണ്. ഓക്കെ, പ്രകൃതി നമ്മുടെ ഗിഫ്റ്റ് ആണ്. ഇസേ ശോഷൺ മത് കരോ. ശോഷൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ശോഷൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂഷണം. ഇപ്പൊ ഇതിനെ ചൂഷണം മത് കരോ, ചെയ്യരുത്, ഇതിനെ ചൂഷണം ചെയ്യരുത്. और इससे सभी जीव जंतुओं के प्राण बचाए. അപ്പൊ എന്താണ് इससे? നമ്മൾ പ്രകൃതിയെ സംരക്ഷിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമ്മുടെ പ്രകൃതിയിലുള്ള മരങ്ങൾക്കാണെങ്കിലും മൃഗങ്ങൾക്കാണെങ്കിലും പക്ഷികൾക്കാണെങ്കിലും അല്ലെ, എല്ലാ ജീവജാലങ്ങൾക്കും നിലനിൽപ്പ് വേണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? പ്രകൃതി വേണം അല്ലെ? അപ്പൊ നമ്മൾ ആ പ്രകൃതി എന്ന് പറയുന്നത് നമ്മുടെ ഗിഫ്റ്റ് ആണ്, നമ്മുടെ വരദാനമാണ് എന്നാണ് പറയുന്നത്. ആ വരദാനത്തെ നമ്മൾ ഒരിക്കലും ചൂഷണം ചെയ്യാൻ പാടില്ല. ആ പ്രകൃതിയെ സംരക്ഷിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമ്മുടെ ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും എന്തുണ്ടാവുള്ളൂ? പ്രാൺ അല്ലെ? അവരുടെ ജീവൻ നിലനിർത്തണം എന്നുണ്ടെങ്കിൽ, അവർക്ക് ജീവിക്കണം എന്നുണ്ടെങ്കിൽ പ്രകൃതി വേണം. അപ്പൊ ആ പ്രകൃതിയെ നമ്മൾ ഒരിക്കലും ചൂഷണം ചെയ്യരുത് എന്നാണ് പറയുന്നത്. ഓക്കെ, ക്ലിയർ? അടുത്ത് നോക്കിക്കോളൂ. പര്യാവരൺ ബച്ചാവോ ജീവൻ ബച്ചാവോ. പര്യാവരൺ ബച്ചാവോ. പര്യാവരൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പരിസ്ഥിതി. ഓക്കെ, അപ്പൊ നമ്മള് പരിസ്ഥിതിയെ സംരക്ഷിക്കുക അല്ലെ? പരിസ്ഥിതിയെ സംരക്ഷിക്കൂ, ജീവൻ നിലനിർത്തൂ. അപ്പൊ എന്താണ്? പര്യാവരൺ ബച്ചാവോ ജീവൻ ബച്ചാവോ. നമ്മൾ പര്യാവരണം, അതായത് പ്രകൃതിയെ സംരക്ഷിക്കൂ, ജീവൻ സംരക്ഷിക്കൂ. അപ്പൊ ഇതുപോലെയുള്ള സന്ദേശവാക്യങ്ങൾ സിമ്പിൾ ആയിട്ട് ഒരു 3-4 സന്ദേശവാക്യം പഠിച്ചു വെക്കുക. അപ്പൊ നമ്മുടെ നമ്മൾ ഓണം എക്സാമിന് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് വെള്ളത്തിനെ കുറിച്ചിട്ടായിരുന്നു. അപ്പൊ നമ്മൾ ക്രിസ്മസ് എക്സാമിന് പറയുന്നത് പ്രകൃതിയെ കുറിച്ചിട്ടൊക്കെയാണ്. അപ്പൊ ഈ പ്രകൃതിയെ സംരക്ഷിക്കുക, ജീവൻ നിലനിർത്തുക, അപ്പൊ അങ്ങനെയുള്ള കുറച്ച് സന്ദേശവാക്യങ്ങൾ, കുറച്ച് രസമായിട്ടുള്ള സന്ദേശവാക്യങ്ങൾ എല്ലാവരും നന്നായിട്ട് മനസ്സിലാക്കി കാണാതെ പഠിച്ചു വെക്കുക. അപ്പൊ ആ ഒരു സെന്റൻസ് എന്ത് ചെയ്യുക? സന്ദേശം. ഇപ്പൊ നമ്മൾ പോസ്റ്റർ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാലും ഇതുപോലെയുള്ള സന്ദേശവാക്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കൂട്ടിച്ചേർത്തുകൊണ്ട് അടിപൊളിയായിട്ടുള്ളൊരു പോസ്റ്റർ എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ചിത്രം വരയ്ക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ചിത്രം വരയ്ക്കാം. നല്ല ഭംഗിയായിട്ട് ബോർഡറൊക്കെ വരച്ച് നല്ല വൃത്തിയായിട്ട് പോസ്റ്റർ എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആൻസർ ഷീറ്റിന്റെ അവസാനത്തെ 2-3 ലൈനിലൊന്നും പോയി എഴുതരുത്. നല്ല ഭംഗിയായ ഒരു പുതിയ പേപ്പർ, ഒരു ഫ്രഷ് പേപ്പറൊക്കെ എടുത്ത് ഭംഗിയിൽ ബോർഡറൊക്കെ വരച്ച് അല്ലെ, ബോക്സൊക്കെ വരച്ച് ഭംഗിയായിട്ട് നിങ്ങൾ ചിത്രമൊക്കെ വരയ്ക്കാൻ അറിയുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ, ഇപ്പൊ പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ ഒരു മരമോ ഒരു പൂവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരയ്ക്കാനൊക്കെ പറ്റുകയാണെന്നുണ്ടെങ്കിലൊക്കെ വരച്ച് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വേണം നിങ്ങൾ എഴുതാനായിട്ട്. ചിത്രം വരച്ചു എന്ന് കരുതിയിട്ട് നിങ്ങൾക്ക് ഫുൾ മാർക്കൊന്നും കിട്ടൂല. പക്ഷെ എന്നാലും ആ ഭംഗിയിൽ നല്ല
വൃത്തിയിൽ പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെടുത്തില്ലേ നിങ്ങളെ ആൻസർ ചെയ്ത് നോക്കുന്ന ആൾക്ക് നിങ്ങളെടുത്ത് ഒരു ചെറിയ ഇംപ്രഷനൊക്കെ തോന്നും, നന്നായിട്ട് തന്നെ ആൻസർ ചെയ്യാനൊക്കെ സാധിക്കും. ഓക്കെ, അപ്പൊ നോക്കിക്കോളൂ. പ്രകൃതി കി രക്ഷ ഹമാരി സുരക്ഷ. പ്രകൃതിയുടെ രക്ഷ എന്ന് പറയുന്നത് നമ്മുടെ സുരക്ഷയാണ്. പ്രകൃതി കി രക്ഷ ഹമാരി സുരക്ഷ, പ്രകൃതി കി നാശ്, പ്രകൃതിയുടെ നാശ് അല്ലെ. പ്രകൃതിയുടെ നാശം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ നാശമാണ് അല്ലെ. അപ്പൊ പ്രകൃതിയുടെ രക്ഷ എന്ന് പറയുന്നത് നമ്മുടെ രക്ഷയാണ്, പ്രകൃതിയുടെ നാശം എന്ന് പറയുന്നത് നമ്മുടെ നാശമാണ്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ ഇതുപോലെയുള്ള ഇപ്പൊ മിസ് 1-2 സന്ദേശവാക്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള വാക്യങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട് പോസ്റ്റർ എഴുതാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് തന്നെ എഴുതുക, വൃത്തിയായിട്ട് എഴുതാൻ നോക്കുക, നന്നായിട്ടല്ലേ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് എഴുതാനൊക്കെ നോക്കുക. ഓക്കെ, അപ്പൊ ഇതുപോലെയുള്ള പോസ്റ്റർ എന്ന് പറയുന്നത് ഇത് സന്ദേശവാക്യം എഴുതാനായിട്ടുള്ള ചോദ്യം വന്നു കഴിഞ്ഞാൽ ആരും സ്കിപ്പ് ചെയ്യരുത്. നല്ല മിടുക്കരായിട്ട് ഇതുപോലെയുള്ള സന്ദേശവാക്യങ്ങളൊക്കെ പഠിച്ചു വെച്ചിട്ട് ഭംഗിയായി ബോക്സ് ഒക്കെ വരച്ചിട്ട് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ആയിട്ട് മിസ് വീണ്ടും വരുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. I love you. Bye bye.